എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ദോശ നമുക്ക് അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിക്കാതെ ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നത് അവൽ വെച്ചിട്ടാണ്, അവലും റവയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അവൽ റവയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു അരക്കപ്പ് അവലും അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അവൽ ഞാനിവിടെ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള അവലാണ്. അപ്പം ബ്രൗൺ നിറത്തിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള അവലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. ഇത് അത്രയും തന്നെ റവയാണ്. ഇതിപ്പോൾ നമുക്ക് പാക്കറ്റിൽ വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന റവയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് അരയ്ക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ കിഴുത്തകളൊക്കെ വീഴുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലല്ല, കുറച്ചുകൂടെ ലൂസിലായിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇനി ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ചേർക്കണം എന്നില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് നമ്മൾ കിഴുത്തകളൊക്കെ വീണിട്ട് ഒന്ന് ക്രിസ്പിയായി നല്ല സോഫ്റ്റായിട്ട് വരിക. ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈനോ സാൾട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ദോശ നല്ല സോഫ്റ്റാക്കി കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഇത് മാറ്റി വെച്ചാലും മതി. അപ്പോൾ അതൊരു ഇൻസ്റ്റൻറ്റ് ദോശ ആകില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ബേക്കിംഗ് സോഡ അത്യാവശ്യം തന്നെയാണ്. ഇനി ഇതൊരു പാനിലേക്ക് നമുക്കൊന്ന് കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം നമുക്ക് ഇതൊന്ന് ദോശയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടി ദോശയാക്കി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ തിന്നായിട്ടും പരത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തിന്നായിട്ടാണ് പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ദോശ നല്ല ക്രിസ്പിയായി വരുന്നത്. അപ്പോൾ ഇത് നമ്മളിനി നന്നായിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ നമ്മുടെ സാധാരണ ദോശയിലെ പോലെ തന്നെ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ദോശ നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണമെന്ന് തന്നെ ഇല്ല. നമ്മൾ അവൽ ചേർത്തിരിക്കുന്ന കാരണം നല്ലൊരു ടേസ്റ്റുള്ള ദോശയാണ്. ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ അളവിൽ അവലും റവയും എടുക്കുക, അതിൻ്റെ പകുതി തൈരെടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്